നമസ്കാരം. സ്പാർക്ക് ആർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ട്യൂബ്ലെസ് ടയർ ഇന്ന് പഞ്ചർ റിപ്പയർ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്ന ചില സമയങ്ങളിൽ നമുക്കത് ഉപകാരപ്പെടുന്നതാണ്. അതിനുള്ള ടൂൾസ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇങ്ങനെ രണ്ട് ടൂൾസാണ് ഇതിനു വേണ്ടി വരുന്നത്. ഇങ്ങനെ രണ്ട് ടൂൾസാണ് വരുന്നത്. ഇത് റബ്ബർ സ്ട്രിപ്പാണ്. ഈ റബ്ബർ സ്ട്രിപ്പ് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയാണോ പഞ്ചർ വന്നിട്ടുള്ളത് ആ ഭാഗത്തിൽ ഹോൾ ഇടുക. അതിനുശേഷം ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റബ്ബർ സ്ട്രിപ്പ് ആ ഹോളിലേക്ക് ഇറക്കി ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ ടയറുകളിൽ ആണി കയറാണ് ചെയ്യാറുള്ളത്. പക്ഷെ ചില സമയത്ത് ആണി അല്ലാതെയും ചെറിയ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ആണി കയറുകയാണെങ്കിൽ നമ്മൾ ആ ആണി കയറിയ ഭാഗം ആണി എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഇട്ടിട്ട് നമ്മൾ ആ ആണി എടുത്ത് മാറ്റിയിട്ട് വേണം ആ ഭാഗത്ത് റബ്ബർ സ്ട്രിപ്പ് ഫിക്സ് ചെയ്യാൻ. ഈ ടയറിൽ ഇത് ആണിയല്ല, ചെറിയ ലീക്ക് വന്ന ഭാഗം ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ എളുപ്പത്തിന് ചെയ്തതാണ്. ഇതാ ചെറുതായിട്ട് കാണാം, ഒരു ഹോൾ കണ്ടോ. അല്പം ഷാമ്പൂ കലർത്തിയ വെള്ളം ഒഴിച്ച് നോക്കാം. ഇതാ അവിടെ ബബിൾസ് വരുന്നുണ്ട്. ഇത് ചെറിയ ലീക്കാണ്, പക്ഷേ ഈ ലീക്ക് കൊണ്ട് ഒരാഴ്ച കൊണ്ട് ടയറിൻ്റെ കാറ്റ് പൂർണ്ണമായിട്ടും കുറയും. നമ്മൾ ഇറക്കുമ്പോൾ ഒന്നും വണ്ടി കാറ്റുണ്ടാവില്ല, പഞ്ചർ കാണുകയില്ല. ഇത്തരത്തിലുള്ള പഞ്ചർ കണ്ടുപിടിക്കാൻ നമ്മൾ ശരിക്കും സോപ്പ് വാട്ടർ ഒഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ടയർ പരിപൂർണമായിട്ടും വെള്ളത്തിൽ മുക്കി പിടിക്കുക ചെയ്യേണ്ടി വരും. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു ഹോൾ, കൃത്യം ആ സ്പോട്ടിൽ ഹോൾ ഇടാം. ഇതാണ് റബ്ബർ സ്ട്രിപ്പ്. ഈ റബ്ബർ സ്ട്രിപ്പ് ആ ഹോളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവരിക. ശേഷം ഇറക്കി ഫിക്സ് ആണ് ചെയ്യുന്നത്. ഇത് റണ്ണിങ്ങിൽ സാധാരണ പോയി പോകും, എന്നാലും നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പം ടയറിൽ കറക്റ്റ് എയർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നോക്കാം. ബബിൾസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ പഞ്ചർ അടിച്ച് കറക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.